ഇതിനായിട്ട് ഞാൻ 1/4 കപ്പ് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് വൃത്തിയാക്കിയതിന് ശേഷമാണ് 1/4 കപ്പ്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. ഇച്ചിരി ഉപ്പ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് സമയം മാറ്റി വെക്കാം. ചൂടുവെള്ളം ഒഴിക്കുന്നത് പെട്ടെന്ന് തന്നെ കുതിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഉണക്ക ചെമ്മീനിൽ അധികം ഉപ്പ് ഉണ്ടാവത്തില്ല. ഇനി ഇത് മാറ്റി വെക്കാം. വേണ്ടത് 1/4 കിലോ കോവയ്ക്ക. ഇതാണ് സാധനം കേട്ടോ. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അത് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. വട്ടത്തിലോ നീളത്തിലോ ചെരിച്ചോ എങ്ങനെ വേണമെങ്കിലും. ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ അരിഞ്ഞേക്കണം നീളത്തിലാട്ടോ. അപ്പോൾ അത് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കണതാണ്. ഇത് നല്ല പിഞ്ചായിട്ടുള്ള കോവയ്ക്ക കേട്ടോ. അപ്പോൾ അതിന് അധികം വെള്ളം വേണ്ട. 2 പച്ചമുളക് നെടുകെ കീറിയത്, ഉപ്പ് ആവശ്യത്തിന്. ഇത് ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഇത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഹൈ ആയിട്ടാണ് കിടക്കുന്നത്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. വെള്ളം തിളച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കുക. ഇപ്പോൾ ഈ കോവയ്ക്കയിലെ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ വെള്ളം വറ്റണം കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളി, ഒരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. വറ്റൽമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ ക്രഷ്ഡ് ചില്ലി ചേർത്താൽ മതി കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയോ. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് സ്പൈസിയാണ് ഇഷ്ടം. അതുകൊണ്ടാട്ടോ ഞാൻ 8 എണ്ണം ചേർത്തേക്കണം. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ്. ഇനി ചെമ്മീൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടാവും. ഇതൊരു 3 പ്രാവശ്യം കഴുകിയെടുക്കാം ഇതുപോലെ. ഇനി ഒരു നല്ല ചുവട് കട്ടിയുള്ള പാത്രം ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. അപ്പോൾ മെഴുക്കുവരട്ടി പോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും വെളിച്ചെണ്ണ കുറച്ച് അധികം വേണം കേട്ടോ. എന്നാലേ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില. ഇനി ഇതൊന്ന് മൂപ്പിക്കണം. അപ്പോൾ ഒരു ബ്രൗൺ നിറമൊന്നും ആകുമൊന്നും വേണ്ട. ചെറുതായിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വെച്ചാൽ മതി കേട്ടോ. ഇത് ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ ആ കറി കാണാനൊരു ഭംഗി ഉണ്ടാകത്തില്ല. അതുപോലെ ഒരു ഉള്ളിയുടെ ഒരു കരിഞ്ഞ ചൊവയുമായിരിക്കും. ഇതാ ഇത്രയും മതി. അപ്പോൾ ഇതാ ഈ ഒരു പരിവാണേ. കളറൊന്നും മാറിയിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഈ ചെമ്മീൻ വേവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാട്ടോ നമ്മളിപ്പോൾ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണത്. അപ്പോൾ കോവയ്ക്കാണെങ്കിൽ വേവിച്ചതാണ്. അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞതിന് ശേഷം മാത്രം ഇതിൻ്റെ അകത്തേക്ക് കോവയ്ക്ക ഇടാം. ഇപ്പോൾ ചെമ്മീൻ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇറക്കാം. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ഇനി ഇത് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഒന്നിങ്ങനെ നിരത്തിയിടാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ കുറവായിട്ട് തോന്നുന്നുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് നല്ല മൊരിഞ്ഞ് വരുന്ന വരെ ഈ എണ്ണയിൽ കിടക്കണം. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത്. കോവയ്ക്ക പൊതുവേ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ മൊരിച്ചൊക്കെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഈ കോവയ്ക്ക. അപ്പോൾ ചെമ്മീൻ ഇടാണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.